ഞങ്ങളൊരു വിവരം അറിഞ്ഞു, അത് പറയാമെന്നതാ. അഖിൽ എന്നാറിയുടെ വൈഫ് ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ്. കേട്ടപ്പം വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താ രാമേന്ദ്ര പ്രശ്നം? സംഭവം ശരിയാണ്. CCTV ഫുട്ടേജ് വരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവള് രാത്രി ഇറങ്ങി പോകുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഒരു കൊല്ലം മുമ്പാണ് ഇവരുടെ കല്യാണം നടക്കുന്നത്. അറേഞ്ച്ഡ് മാരേജ് അല്ല, പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. 3 കൊല്ലത്തോളം കണ്ട് പ്രണയിച്ച് കെട്ടിയതാണ്. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങിയതാണ്. രാത്രി ആയപ്പോഴത്തേക്ക് ഇവള് ബാഗും കെട്ടും കിടക്കി എടുത്ത് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. അവനാണെങ്കിൽ ഒരു ബസ്സിലെ കണ്ടക്ടർ. കഷ്ടായി പോയി, വെടിവെച്ച് കൊല്ലണം അതിനെ. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. അങ്ങനെ പോലീസുകാർ ഈ ഒരു സംഭവം നോക്കാൻ വേണ്ടി എടുത്ത സമയത്താണ് മനസ്സിലായത് ഇവള് വേറൊരുത്തന്റെ കൂടെ ഇറങ്ങി പോകുന്നത് കാണുന്നത്. അത് ഒളിച്ചോട്ടമാണെന്ന് മനസ്സിലായി. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു, ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. എന്തൊക്കെയായിരുന്നു? പോലീസ് പിന്നെയും ചോദിച്ചു, ഇപ്പം ഇറങ്ങി പോയേക്കുന്നവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടായി പോകത്തതേ ഉള്ളൂ, അഖിലിന്റെ കൂടെ തിരിച്ചു പോകാൻ. ഇവള് കേട്ടില്ല. ഇവിടെ മറുപടി, എനിക്ക് അഖിലിനെ വേണ്ട, എനിക്ക് ഇവന്റെ കൂടെ പോയാൽ മതി. എന്തോന്നടാ ഇതൊക്കെ? റീൽസ് വഴി ജീവിതം സ്റ്റാർട്ട് ചെയ്തു, കഷ്ടപ്പെട്ട് ഒരു ഫെയിമിലോട്ട് എത്തി. അത് പിന്നെ സിനിമയിലോട്ട് കയറി. ആ സിനിമ ഫ്ലോപ്പായി, അത് വേറെ കാര്യം. പക്ഷെ അതിനെക്കാളും വലിയൊരു വിഷമാണ് ഈ നായിന്റെ മോളിപ്പ് കൊടുത്തിട്ട് പോയേക്കുന്നത്. പരിസരത്ത് കണ്ടുപോരുത്. അവന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു തുലയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി, തന്തയില്ലായ്മ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. ഇവൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെ എല്ലാം ഈ പെണ്ണിനെ കൂട്ടി പോകാറുണ്ട്. ഈ ഒളിച്ചോടുന്നതിന്റെ തലേന്ന് വരെ ഇവളെ കൊണ്ടുപോയി 10,000-8,000 രൂപയ്ക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ടാണ് വീട്ടിൽ വരുന്നത്. വൃത്തികെട്ടവൻ, ശവം. പിന്നെ ഇവള് പ്രേമിച്ച് ഇറങ്ങിപ്പോയ ബസ് കണ്ടക്ടർ, അവനെ പറ്റി രണ്ട് വാക്ക് പറയണം. അവന്റെ ഇരട്ടപ്പേര് തന്നെ പൂവാലൻ എന്നാ. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പിള്ളം വെറുതെ വിടരുത് കേട്ടോ. 10-39 വയസ്സുണ്ടെന്നാണ് അറിഞ്ഞത്. ഇതാണ് അവന്റെ ഫോട്ടോ. ഇവന്റെ കൂടാണ് ഇവള് ഒളിച്ചോടി പോയത്. വെറും 3 മാസത്തെ പരിചയം. മുത്തശ്ശിയിലൂടെ 1 വർഷത്തോടാ ഞാൻ ജീവിച്ചുള്ളൂ. ആ വിഷ്വൽസ് നിങ്ങൾ കണ്ടേ? അത് കണ്ടിട്ട് ഒരുത്തന്റെ ജീവിതം തുലച്ചിട്ട് അവനെ നാട് മൊത്തമാണ് പിന്നെയും വേണ്ടില്ല. അവനെ ഈ ലോകം മൊത്തം അറിയുന്നവനാ. മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം അറിയുന്നവനായി അഖിൽ എന്നാർഡി. അങ്ങനെയുള്ള എല്ലാവരുടെയും മുന്നിൽ അവനെ നശിപ്പിച്ച് വൃത്തിയോട് കാണിക്കുന്നോടാ പുല്ലേ. പക്ഷെ ഞാൻ ഇവന്റെ അടുത്ത സുഹൃത്തുക്കളടുത്തൊക്കെ സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് ഇവൻ സമയം കൊടുക്കാതിരുന്നിട്ടില്ല. ഈ പെണ്ണിനെ എല്ലായിടത്തും കൊണ്ടുപോകാറുണ്ട്. കൈവെള്ളയെ കൊണ്ടു നടന്നതാണെന്നാണ് അറിഞ്ഞത്. എന്നിട്ടും ഇവള് ഇമാതിരി പരിപാടി കാണിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിന്റെ കട വയസ്സാകാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഇളക്കം? ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് വാങ്ങി അന്തസ്സായിട്ട് പോകായിരുന്നു. അതൊന്നുമില്ല, എനിക്കത് മുതുമൂത്തിരിക്കുകയായിരുന്നു. രാത്രി തന്നെ ചെന്ന് കേറണം, എന്നാലേ പറ്റത്തോളായിരിക്കും. ഞാനൊരു പുരുഷനല്ലടാ, ലൈനിട്ട് നോക്കിയതാ. ലൈന മുത്തശ്ശോട് ചൂടാവണ്ട. കൊതുകിനും ഇല്ലേ ക്രിമികടി.